ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉള്ള പ്രധാനപ്പെട്ട ജോലി ഇതായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടത്തിൻ്റെ നേതൃത്വം ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ഥിതി. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പൊതുവായ കാര്യം. അതോ കെ ശൈലജ ടീച്ചർ ജോസ് കെ മാണി നയിക്കുന്ന LDF ജാഥയുടെ ഭാഗമായിട്ട് ആ ജാഥയിൽ പങ്കെടുക്കുന്ന CPIM സെൻട്രൽ കമ്മിറ്റി അംഗം, അവർക്കെതിരായിട്ട് വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പദ്ധതി വിഹിതം ഏതാണ്ട് 1,50,000 കോടി വേണം അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 87,000 കോടിയാണ് നീക്കിവെച്ചത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നീക്കിവെച്ചത് 30,000 കോടിയാണ്. അതിൻ്റെ അർത്ഥം അവസാനിപ്പിച്ചു എന്നാണ്. 1,75,000 കോടി വേണ്ട സ്ഥാനത്ത് 30,000 കോടി മാത്രം മാറ്റിവെച്ച് ഞങ്ങൾ 125 ദിവസം ജോലി കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞ് കേന്ദ്രം 60%, സംസ്ഥാനം 40% മുടക്കണം എന്നും പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നാമാവിശേഷമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം സംബന്ധിച്ച് സഖാവ് ശൈലജ പറയുകയും ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് എന്ന് പറയുകയും ചെയ്തതിന് വലിയ കടന്നാക്രമമാണ്. ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഓണ അലവൻസ് മാത്രമെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഓണത്തിനാണ് ഇവിടെ കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധ ഫെസ്റ്റിവലുകളുണ്ടല്ലോ, ഉത്സവങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഭാഗത്ത് ഒരു നയാ പൈസ കൊടുക്കാൻ അവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്, കോൺഗ്രസോ BJP നയിക്കുന്ന ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു നയാ പൈസ കൊടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടോ? കേരളം 1,200 രൂപ ഫെസ്റ്റിവൽ അലവൻസായി കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമണമാണ്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ പറഞ്ഞതിനെതിരായി ഈ അക്രമിക്കൂട്ടമാകെ ശക്തിയായിട്ടുള്ള നിലയിൽ കള്ളപ്രചാരവേദിയും അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ അഭിഷേകവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശരിയായൊരു നിലപാടല്ല, തെറ്റായ സമീപനമാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ ചില ആളുകളാണ് അതിലിപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിലും പങ്കുചേർന്നിരിക്കുകയാണ്. ഇതെല്ലാം ഈ കള്ളക്കൂട്ടങ്ങളാണ്. ആ കൂട്ടങ്ങൾ ഇപ്പോഴും ഇതുപോലെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നേരെ വന്ന് കടന്നാക്രമിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഉള്ള പ്രധാനപ്പെട്ട ജോലി ഇതായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടത്തിൻ്റെ നേതൃത്വം ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു സ്ഥിതി. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പൊതുവായ കാര്യം.